ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കുറിക്കുന്നതിനൊക്കെ. എല്ലാവരും അവരുടെ വിലപ്പെട്ട സമയം ഉപയോഗിച്ചിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാലാവധി അടുത്ത മാസം 15 വരെയാണ്. ഗിവ് അവേയെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പങ്കാളികളാകാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. എൻ്റെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും തന്നെ കണ്ടെന്ന് വരില്ല. ഏതൊരു സാധാരണക്കാരിയെയും പോലെ വളരെ സാധാരണ ഗതിയിലുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. എങ്കിലും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ചില ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലൂടെ കാണാനാകും. പുതിയ തലമുറയ്ക്കായി എന്തെങ്കിലുമൊക്കെ ഒരു നന്മ അതിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനും മാസിനും കൂടിയിട്ട് ഞങ്ങളുടെ കോവിഡ് വാക്സിൻ്റെ 1ാമത്തെ ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. മാസിന് എനിക്ക് 2 ദിവസമായിട്ട് ഇത്തിരി കൈവേദന ഉണ്ടായെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും വാക്സിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്ക് കുറച്ച് അതിഥികൾ വരുന്നുണ്ടായിരുന്നു. ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇത്തവണ നിങ്ങളോട് പങ്കുവെക്കുന്നത്. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എല്ലാവരും ആദ്യം ചെയ്യാറുള്ളത് പോലെ വീട് വൃത്തിയാക്കൽ പരിപാടി തന്നെയാണ് ഞാനും ചെയ്തത്. അത് നമ്മൾ അതിഥികളോട് കാണിക്കുന്ന സാമാന്യ മര്യാദയാണല്ലോ അല്ലേ? അപ്പോൾ കാലത്ത് തന്നെ മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് ക്ലീനിങ് ഡ്യൂട്ടി ആരംഭിച്ചത്. ഞങ്ങളുടെ പൂമുഖത്ത് വെക്കുന്ന ഷൂറാക്കിന് നന്നായിട്ട് മാറാലയും അഴുക്കൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതിനെ ഞാൻ എടുത്തുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മരത്തിൻ്റെ റാക്കാണിത്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കി ഉണക്കി എടുക്കേണ്ടതുണ്ട്. ഒരു ടൂത്ത് ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഒന്ന് ഉരച്ച് നോക്കുമ്പോഴേക്കും ബ്രഷ് ഇതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് കടത്തിയിട്ട് എല്ലാം മാറാലയും ഇതൊക്കെ നമ്മുടെ ഈ വണ്ണാൻ എന്ന് പറയുന്ന സാധനം സ്പൈഡറിൻ്റെ കുട്ടി ഇതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ മാറാലയൊക്കെ ഇവിടെ കിടപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അതിങ്ങനെ നീങ്ങി കിട്ടുന്നുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു സ്ക്രബ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുകയും ചെയ്തു. അത് ഉണക്കാൻ വെച്ചിട്ട് വീടാകെ ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ടൊന്ന് അടിച്ചു വാരി. അപ്പോൾ തുടക്കുന്ന കർമ്മം ജാസ്മിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാസ്മിൻ ഈടായിട്ട് എന്നെ എല്ലാ ജോലികളിലും സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ജാസ്മിന് വലിയ മടിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വീട്ടുജോലികളൊക്കെ. പക്ഷേ അവൾ തന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് വരുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുതിയ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിയത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറുവാൻ ഞങ്ങളുടെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവനൊരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മെയ് പെൺകുട്ടിയായിരുന്നല്ലോ, ഇതാണെങ്കിൽ ആൺകുട്ടിയാണ്. അപ്പോൾ ഈ പൂച്ചക്കുഞ്ഞിന് ഇട്ട പേര് പാബ്ലോ എന്നാണ്. നമ്മളെല്ലാവരും പാബ്ലോ എന്ന പേര് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മിക്കവരും പിക്കാസോയുടെയും നെരൂദയുടെയും പേരിന് മുന്നിലായിരിക്കണം ഇത് കേട്ടിട്ടുണ്ടാവുക. പൂച്ചക്കുഞ്ഞിപ്പം ആ വിളി സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ച വിശേഷം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ബിരിയാണി വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്താക്കാനുള്ള ഒരുക്കത്തിലാണ്. സവാള ഒന്ന് അടുപ്പത്ത് വഴറ്റാൻ വെച്ചിട്ട് വേണം എനിക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുക്കണം. ബീഫ് ബിരിയാണി തനതായ നമ്മുടെ നാട്ടിൻ്റെ സ്റ്റൈലിൽ വെക്കുന്നതാണ്. ഇതിൽ ഡെക്കറേഷൻസ് ഒന്നും അധികം കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാണ്.
വീക്ക് ഡേയ്സിൽ എല്ലാവർക്കും 2 തവണ ടേബിൾ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അപ്പൂന് മാത്രം ഒരു ദിവസമാണ് കേട്ടോ. അവളുടെ ഭാഗ്യത്തിന് ഇന്ന് തന്നെയാണ് ടേബിൾ ക്ലീനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളത് ചെയ്യുന്നുണ്ട്. നേരത്തെ കഴുകി വെച്ച ഷൂറാക്ക് മർവാനി യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച് ചെരുപ്പുകളൊക്കെ അടുക്കി വെച്ചു. അതിനിടയിൽ ഞങ്ങളുടെ അയൽവാസി ഹംസീക്ക ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി വന്നു. ഞാൻ മർവാനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം വന്നത്. അപ്പം ഞാനത് ചുമ്മാ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അദ്ദേഹം വീട്ടുവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വീണ്ടും ഞാൻ ബിരിയാണിയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. വഴന്ന് വന്ന സവാളയിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മസാല ചേർത്ത് കൊടുത്തു, തക്കാളി ചേർത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇറച്ചി കഷ്ണങ്ങൾ, ബിരിയാണിക്കായിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത ഇറച്ചിയാണ് കേട്ടോ, ബീഫാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കെ ജാസ്മിൻ തുടച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവൾക്ക് തുടക്കാൻ ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് കുക്കിംഗ് മാറ്റിയിട്ടുണ്ട്. അവൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി വെക്കട്ടെ എന്ന് കരുതി. മർവാനും ബാപ്പയും ചേർന്ന് ഗ്രീൻ ഹൗസിലേക്ക് ലൈറ്റൊക്കെ കണക്ട് ചെയ്യുന്ന തിരക്കിലാണ്. കുറച്ചധികം ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പുറത്തു നിന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പുറത്തെ വർക്ക് ഏരിയയിൽ നിന്നാണ് കഴുകാനും മറ്റും കൂടുതൽ എളുപ്പം. പിന്നെ ജാസ്മിനാണെങ്കിൽ അടുക്കളയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്നും കൂടി കരുതി ഞാൻ ഷെഡിൽ നിന്നാണ് കുക്കൊക്കെ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ പുറത്തു നിന്നാണ് ഇപ്പോൾ അരിയും ചിക്കനും ഒക്കെ കഴുകിയെടുക്കുന്നത്. ഈ വർക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കയറി ഇരുന്നിട്ടാണ് കേട്ടോ ചിക്കൻ കഴുകുകയൊക്കെ ചെയ്തത്. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി കുക്കറിൽ ഇറച്ചി മസാല റെഡിയാകുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി പണികളൊക്കെ ഏകദേശം നടന്നിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കൻ ആക്കേണ്ടതുണ്ട്. അതിനായിട്ട് ചിക്കൻ പീസസ് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി ബീഫ് ബിരിയാണി ദം ചെയ്ത് അകത്തുകൊണ്ട് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് ഞാൻ പിന്നെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അതൊക്കെ റെഡിയായി കഴിയുമ്പോഴേക്കും ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്കായിട്ട് ഞങ്ങൾ കൊടുത്തത് വാട്ടർ മെലണും സ്ട്രോബെറി ക്രഷും ചേർത്ത് തയ്യാറാക്കിയൊരു ജ്യൂസാണ്.
ഫുഡൊക്കെ കഴിച്ചു. തൃശ്ശൂരിൽ നിന്ന് കാലത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അവർ കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. വൈകുന്നേരം അവർക്ക് മാടായിപ്പാറയും മറ്റും കാണാൻ പോകേണ്ടതുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അവരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. നേരം കൊണ്ട് ഞാൻ വൈകിട്ടത്തെ ചായക്കുള്ള സ്നാക്സും മറ്റും തയ്യാറാക്കി. കട്ട്ലറ്റും കായയുടെയും റോൾസൊക്കെ ഞാൻ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചായ കൂടി കഴിഞ്ഞ് അവർ മാടായിപ്പാറ കാണാൻ വേണ്ടി പോയി. പിന്നെ അവർ തിരിച്ചു വന്നിട്ട് അവരുടെ നാട്ടിലേക്ക് പോവാനുണ്ടായത്. അപ്പോൾ രാത്രിയിലേക്ക് ചെമ്മീൻ വെള്ളം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചെമ്മീനൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് അന്ന് രാത്രി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീനിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഞെരടിയിട്ട് അടികനമുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. നല്ല രുചികരമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മസാലക്കൂട്ടൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുത്ത് അതിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ വരള റെഡിയായി. ചപ്പാത്തിക്കൊപ്പം ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണെന്ന് പറയാം. അപ്പോൾ ഇന്ന് രാത്രി ഒരു സർപ്രൈസ് കൂടി ഉണ്ടായി. മാസിൻ്റെ ഫ്രണ്ട് ഷാനിബ് ഞങ്ങളുടെ അയൽവക്കത്ത് ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഇത് മാസിൻ്റെ വീടാണെന്ന് അവർ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് അവന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഷാനിബ് വ്ളോഗ്സ് എന്ന പേരിലൊരു കിടിലൻ ചാനലുണ്ട് ഷാനിബിന്. അപ്പോൾ നിങ്ങളിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.